അമേരിക്കൻ അഹങ്കാരത്തിന്റെ അന്ത്യം ഭീഷണികളെ ധർമ്മം കൊണ്ട് നേരിടും. ട്രംപിന് മുന്നിൽ മുട്ടുമടക്കാതെ ലിയോ 14 മാർപ്പാപ്പ. യുദ്ധത്തിനെതിരെ ആത്മീയ കരുത്തുമായിട്ട് വത്തിക്കാൻ. എന്തായാലും ആധുനിക ലോകം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് സമാനതകളില്ലാത്ത ഒരു ആശയപരമായിട്ടുള്ള ഏറ്റുമുട്ടലിനാണ്. ഒരു വശത്ത് ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള സൈനിക സാമ്പത്തിക ശക്തിയായ അമേരിക്കയുടെ തലവൻ ഡൊണാൾഡ് ട്രംപും മറുവശത്ത് 1.4 ബില്യൺ കത്തോലിക്ക വിശ്വാസികളുടെ ആത്മീയ നേതാവായിട്ടുള്ള പോപ്പ് ലിയോ 14, അതായത് മാർപ്പാപ്പയും. ഭീഷണികളിലൂടെയും പ്രേരണകളിലൂടെയും ലോകരാജ്യങ്ങളെ കീഴ്പ്പെടുത്തുന്ന ട്രംപിന്റെ ബുൾഡോസർ നയതന്ത്രത്തിന് മുന്നിൽ വിനയവും ധാർമ്മിക വ്യക്തിത്വവും ഒരു ആയുധമായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് പോപ്പ് ലിയോ കാണിച്ചു തരികയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കെ, പോപ്പിനെ കളിയാക്കുന്നു, വെല്ലുവിളിക്കുന്നു, രംഗത്തെത്തുന്നു. യാതൊരു തരത്തിലുള്ള പേടിയും ട്രംപിനില്ല. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ നവംബറിൽ ഒരു ഇലക്ഷൻ വരികയാണ്, ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നിലവിൽ ഇറാനെ ഈ ഇസ്രയേലുമായിട്ട് കൂട്ടുപിടിച്ച് ഒരു സംയുക്ത ആക്രമണം നടത്തുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് തീരെ താല്പര്യമില്ലാതായിരിക്കുന്നു. അവിടുത്തെ ജനങ്ങൾ അതിനെതിരെ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്, തെരുവുകളിൽ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ വലിയൊരു പ്രശ്നം ഇപ്പോൾ ട്രംപ് അവരുടെ രാജ്യത്ത് നേരിടുന്നുണ്ട്. മാത്രമല്ല, ഈ ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിരിക്കും. ഇതിനിടയിലാണ് ഈ പോപ്പ് ലിയോ രംഗത്ത് വരുന്നത്. മാത്രമല്ല, 1.4 ബില്യൺ കത്തോലിക്ക വിശ്വാസികളുടെ ആത്മീയ നേതാവാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അദ്ദേഹത്തെ ട്രംപ് ഏതെങ്കിലും തരത്തിൽ കളിയാക്കുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും ക്രൈസ്തവ വിശ്വാസികളും ട്രംപിനെ എതിരാകും. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്രൈസ്തവ വിശ്വാസികളെ ഒന്നും നോക്കാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് മാർപ്പാപ്പയൊക്കെ കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ലോക നേതാവാകും എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇതിൽ തിരിച്ചടി ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഡൊണാൾഡ് ട്രംപിന്റെ നയതന്ത്ര ശൈലി എപ്പോഴും ഭയപ്പെടുത്തലിൽ അധിഷ്ഠിതമാണ്. വിദേശ നേതാക്കളെ പരിഹസിച്ചും സാമ്പത്തിക ഉപരോധങ്ങൾ ഭീഷണിപ്പെടുത്തിയും സൈനിക ശക്തി പ്രകടിപ്പിച്ചും തന്റെ വഴിക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. വർഷങ്ങളായിട്ട് പല ലോക നേതാക്കളും ട്രംപിനെ പിണക്കാതിരിക്കാൻ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. എന്നാൽ ഇത്തരത്തിലുള്ള പ്രീണന നയങ്ങൾ ട്രംപിനെ പോലെയുള്ള ഒരു ഭരണാധികാരിയെ കൂടുതൽ ധൈര്യശാലിയാക്കുക മാത്രമേ ചെയ്യൂ എന്ന് പോപ്പ് ലിയോ തിരിച്ചറിയുന്നു. ബലഹീനതയെ ചൂഷണം ചെയ്യുന്ന ഒരു നാർസിസ്റ്റ് വ്യക്തിത്വത്തിന് മുന്നിൽ കീഴടങ്ങുകയല്ല, മറിച്ച് നെഞ്ചു വിരിച്ചു നിൽക്കുകയാണ് വേണ്ടത് എന്ന് വത്തിക്കാൻ ഇന്ന് ലോകത്തിന് കാണിച്ചു തരികയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, വത്തിക്കാൻ ഇങ്ങനെ പറയുമ്പോൾ ഇറാന്റെ ഒരു ശക്തി എത്രത്തോളമാണ് എന്നുള്ളത്. കാരണം ഇത്രയേറെ പ്രശ്നങ്ങളും ഉപരോധങ്ങളും എല്ലാം നടത്തിയിട്ട് പോലും ഇന്നും ഇറാൻ നെഞ്ചു വിരിച്ച് ഈ പറയുന്നത് പോലെ അമേരിക്കയ്ക്ക് മുന്നിൽ നിൽക്കുകയാണ്. യാതൊരു തരത്തിലുള്ള കീഴടങ്ങലുകളും ഇറാൻ നടത്തുന്നില്ല എന്നുള്ളത്. എന്തായാലും പറഞ്ഞതിലേക്ക് തിരിച്ചു വരാം. ഇറാനെതിരെയുള്ള ട്രംപിന്റെ വംശഹത്യപരമായിട്ടുള്ള ഭീഷണികളാണ് ഈ ഏറ്റുമുട്ടലിനെ കൂടുതൽ രൂക്ഷമാക്കിയത് എന്നാണ് പറയുന്നത്. ഇറാനിലെ ജനതയെ മൊത്തത്തിൽ ലക്ഷ്യം വെക്കുന്ന അമേരിക്കൻ നിലപാടിനെതിരെ ലോകത്തെ മിക്ക ലിബറൽ ജനാധിപത്യ രാജ്യങ്ങളും മൗനം പാലിച്ചപ്പോൾ ലിയോ 14 തന്റെ പ്രതിഷേധം പരസ്യമായിട്ട് വ്യക്തമാക്കി. ഒന്ന് ആലോചിച്ച് നോക്കണം, 1.4 ബില്യൺ ക്രൈസ്തവ വിശ്വാസികളുടെ ഒരു നേതാവ് വന്നിട്ട് ട്രംപിനെതിരെ, അമേരിക്കൻ പ്രസിഡന്റിനെതിരെ പരസ്യമായിട്ട് തന്റെ പ്രതിഷേധം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ പ്രതിഷേധത്തിലൂടെ പിന്തുണയ്ക്കുന്നത് നിരവധി വിശ്വാസികളാണ്. ഈ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. കാരണം നിലവിൽ സ്വന്തം രാജ്യത്തെ വിശ്വാസികൾ പോലും ട്രംപിനെതിരാണ്. എന്തായാലും നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ ബലി കൊടുക്കുന്ന യുദ്ധത്തിന്റെ ഈ ഒരു വർധനവ് അസ്വീകാര്യമാണ് എന്നും അദ്ദേഹം ഇറ്റാലിയൻ ഭാഷയിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ധൈര്യത്തെ സംബന്ധിച്ചിരിക്കുകയാണ്. കാരണം ഇത്രയും നാളും ഉണ്ടായിരുന്നതിൽ വെച്ച് ഇപ്പോൾ 14 മാർപ്പാപ്പ ലിയോ 14 രംഗത്തെത്തുമ്പോൾ ഈ ഒരു കടുത്ത ഭാഷയിൽ ട്രംപിനോട് തന്റെ പ്രതിഷേധം അറിയിക്കുമ്പോൾ ലോകത്തിന് വലിയൊരു സമാധാനം ഉണ്ടാവുകയാണ്. കാരണം ക്രൂരമായിട്ടുള്ള ഒരു നേതാവിനെ, അല്ലെങ്കിൽ ക്രൂരതയുടെ മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നേതാവിന് നേർക്കുനേൽ ഇറാൻ ഇന്ന് നിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ആ ക്രൈസ്തവ വിഭാഗത്തിന്റെ മത നേതാവായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു മതാചാര്യനായിട്ടുള്ള ലിയോ 14 രംഗത്തെത്തിയതോടുകൂടി ട്രംപിന് കനത്ത തിരിച്ചടി ഉണ്ടാവുകയാണ്. എന്തായാലും അദ്ദേഹം ഇതിനോടകം തന്നെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. യുദ്ധത്തെ ഒരു വിശുദ്ധ യുദ്ധമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ട്രംപിന്റെയും അദ്ദേഹത്തിന്റെ സുവിശേഷ അനുയായികളുടെയും വാദങ്ങളെ പോപ്പ് നിശിതമായിട്ട് തള്ളിപ്പറയുകയും ചെയ്തു. എന്തായാലും സമാധാനത്തിന്റെ രാജാവായ യേശുവിനെ യുദ്ധം ന്യായീകരിക്കാൻ ആർക്കും ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. ഞായറാഴ്ച കുർബാനയ്ക്കിടെ നടത്തിയ പ്രസംഗത്തിൽ യുദ്ധകൊതിയന്മാരുടെ കൈകൾ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നും അവരുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കില്ല എന്നും അവരെ ഓർമ്മിപ്പിച്ചു. അമേരിക്കയുടെ യുദ്ധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിനെയും
ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും നേരെയുള്ള പരോക്ഷമായിട്ടുള്ള താക്കീതായിരുന്നു ഇത്. ട്രംപും നെതന്യാഹുവും പങ്കിടുന്ന സർവ്വശക്തിയുടെ മിഥ്യാധാരണ ലോകത്തെ വലിയൊരു വിപത്തിലേക്കാണ് നയിക്കുന്നത് എന്നാണ് പോപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. ഇനി ഈ ഒരു ആത്മീയ പ്രതിരോധത്തിന് മുന്നിൽ വിളറി പിടിച്ച ട്രംപ് ഭരണകൂടം വത്തിക്കാനു നേരെ ഭീഷണി മുഴക്കാനും മടിച്ചില്ല. അമേരിക്കയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ വത്തിക്കാൻ ദൂതനെ നേരിട്ട് കണ്ട് എന്തും ചെയ്യാനുള്ള സൈനിക കരുത്തുണ്ട് എന്നും സഭ അമേരിക്കയുടെ പക്ഷം പിടിക്കുന്നതാണ് നല്ലത് എന്നും മുന്നറിയിപ്പ് നൽകുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഏതെങ്കിലും തരത്തിൽ ട്രംപിനെതിരെ ഏതെങ്കിലും രാജ്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും മതപണ്ഡിതന്മാരോ രാഷ്ട്രീയ നേതാക്കളോ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഭീഷണിപ്പെടുത്തി ചൊൽപ്പടിക്ക് നിർത്തുക എന്ന ലക്ഷ്യമാണ് എപ്പോഴും ഈ പറയുന്ന ട്രംപ് സ്വീകരിക്കാറുള്ളത്. അത്തരം നിലപാടുകൾ ഒരിക്കലും ശരിയല്ല. അതിനു മുന്നിൽ വഴങ്ങാതെയാണ് ഇന്ന് ഇറാൻ നിൽക്കുന്നത്. എന്തായാലും ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ പതറാത്ത പോപ്പിന്റെ മറുപടി ലളിതവും ദൃഢവുമായിരുന്നു. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് സുവിശേഷ സന്ദേശം ഉയർത്തിപ്പിടിക്കാനാണ്, ആരെയും ഭയപ്പെടുത്തുന്നില്ല. മാത്രമല്ല യഥാർത്ഥ ശക്തി മിസൈലുകളോ സാമ്പത്തികമോ അല്ല, മറിച്ച് ധാർമ്മികതമായിട്ടുള്ള സത്യസന്ധതയിലാണ് എന്ന് അദ്ദേഹം ലോകത്തെ ബോധ്യപ്പെടുത്തി. ഡൊണാൾഡ് ട്രംപ് തന്നെ ഒരു മിശിഹയായിട്ട് അഥവാ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു രക്ഷകനായിട്ട് ചിത്രീകരിക്കുന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പങ്കുവെക്കുന്നത് അദ്ദേഹത്തിന്റെ അനിയന്ത്രിതമായിട്ടുള്ള അഹങ്കാരത്തിന്റെയും അധികാരത്തോടുള്ള ആർത്തിയുടെയും ആഴമാണ് വെളിപ്പെടുത്തുന്നത് എന്നും പോപ്പ് പറഞ്ഞു. രാഷ്ട്രീയ ലാഭത്തിനായി വിശുദ്ധയെയും വിശ്വാസത്തെയും ഒരു ആയുധമാക്കി മാറ്റുന്ന ഇത്തരം അപകടകരമായിട്ടുള്ള പ്രവണതകളെ പോപ്പ് ലിയോ 14 തന്റെ ആത്മീയ അധികാരവും ധാർമ്മിക വ്യക്തിത്വവും ഉപയോഗിച്ച് കൃത്യമായിട്ട് തുറന്നു കാട്ടുന്നു. വോട്ട് ബാങ്കിനും ജനപ്രീതിക്കും വേണ്ടി ദൈവിക ചിഹ്നങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന ഭരണാധികാരികൾക്ക് മുന്നിൽ യഥാർത്ഥ ക്രിസ്ത്യ മൂല്യങ്ങൾ എന്താണെന്ന് പോപ്പ് ലോകത്തിന് ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ലോകം ഇന്ന് വിസ്മയത്തോടെ നോക്കി നിൽക്കുന്നത് അതിശക്തമായിട്ടുള്ള മിസൈലുകളും ലോകത്തെ വിറപ്പിക്കുന്ന അധികാര മുദ്രകളുള്ള ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ കേവലം ഒരു തത്വചിന്താപരമായ കരുത്തുകൊണ്ടും ആത്മീയ ഉറപ്പുകൊണ്ടും ഒരു മാർപ്പാപ്പ നിശബ്ദനാക്കുന്ന അസാധാരണമായിട്ടുള്ള കാഴ്ചയാണ്. ഇനി ഭീഷണിപ്പെടുത്തിയും പണം കൊണ്ടും വിലക്കെടുത്തും ശീലിച്ച ട്രംപിന് ലളിതമായിട്ടുള്ള വെള്ള തൊപ്പി ധരിച്ച ഈ മനുഷ്യന്റെ അചഞ്ചലമായിട്ടുള്ള ധൈര്യം ഒരു കീറാമുട്ടിയായി തുടരുന്നു. സൈനിക ശക്തിയേക്കാൾ വലിയതാണ് ധാർമ്മിക സത്യസന്ധതയെന്നും അഹങ്കാരത്തിന്റെ ഗോപുരങ്ങൾ എത്ര ഉയരത്തിലായാലും അത് വിനയത്തിന് മുന്നിൽ തകരേണ്ടി വരുമെന്നും ഈ പോരാട്ടം തെളിയിക്കുന്നുണ്ട്. എന്തായാലും അധികാരത്തിന്റെ ഹുങ്കിൽ മതത്തെ മറയാക്കുന്നവർക്ക് വത്തിക്കാനിൽ നിന്ന് ഉയരുന്ന ഈ ഒരു വലിയ ശബ്ദം വലിയ താക്കീതാണ്. അത് കേവലം ഒരു വ്യക്തിക്കെതിരെയുള്ളതല്ല, മറിച്ച് ലോകമെമ്പാടും പടരുന്ന സ്വേച്ഛാധിപത്യ പ്രവണതകൾക്കെതിരെയുള്ള നീതിയുടെ ശബ്ദമാണ്. എന്തായാലും മാർപ്പാപ്പയ്ക്കെതിരായിട്ടുള്ള പരാമർശത്തിൽ യുഎസിനെ പിന്തുണച്ച് പ്രഖ്യാപിക്കാത്തതിനെ ചൊല്ലി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മൊണാലിയെ കടന്നാക്രമിച്ചു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വന്നിട്ടുണ്ട്. മൊണാലിയെ ധൈര്യമുള്ളവളാണ് എന്നും ആദ്യം കരുതിയത് പിന്നീട് അക്കാര്യത്തിൽ തനിക്ക് തെറ്റുപറ്റിയെന്നുമാണ് ട്രംപ് പറഞ്ഞത്. ട്രംപ് പക്ഷേ മാർപ്പാപ്പയുടെ മറുപടികൾക്ക് അധികം വില കൊടുത്തില്ല എന്നതാണ്. കാരണം ഭയം ഒന്ന് ഉണ്ട്, അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകാത്തത്. എന്തായാലും ഭീഷണിപ്പെടുത്താൻ എന്നും ട്രംപ് ഒരു മിടുക്കനാണ്. അതുകൊണ്ട് ഭീഷണികൾ എപ്പോഴും ഉണ്ട്, പക്ഷെ യാതൊരു തരത്തിലുള്ള വെല്ലുവിളികൾക്ക് ഇനി തയ്യാറല്ല എന്ന് വേണം പറയാൻ. എന്തായാലും ഇറാൻ സംഘർഷത്തിൽ തങ്ങൾക്ക് പിന്തുണ നൽകാത്ത രാജ്യങ്ങളുമായിട്ട് മുൻപുണ്ടായിരുന്ന ബന്ധം തുടരുകയില്ല എന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. കൊറിയർ ഡെല്ലാസറ എന്ന ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപിന്റെ പ്രതികരണം. ഇറാൻ സാഹചര്യത്തിൽ തങ്ങൾക്ക് പിന്തുണ നൽകാതിരുന്ന രാജ്യങ്ങളുണ്ട്, തങ്ങളുടെ നീക്കങ്ങളെ വിമർശിച്ചവരുണ്ട്, അവരുമായിട്ടുള്ള ബന്ധം മുൻപുണ്ടായിരുന്നത് പോലെ നിലനിർത്താൻ ഉദ്ദേശമില്ല. ഇറ്റലി അടക്കമുള്ള രാജ്യങ്ങളോട് ഇനി പഴയപടി ആയിരിക്കില്ല എന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മാർപ്പാപ്പയ്ക്കെതിരായിട്ടുള്ള ട്രംപിന്റെ പരാമർശത്തെ മെലോണി നേരത്തെ വിമർശിച്ചിരുന്നു. ട്രംപിന്റെ കടന്നാക്രമണത്തിൽ മെലോണി ഇതുവരെ പ്രതികരണം നടത്തിയിട്ടില്ല. പശ്ചിമേഷ്യയിൽ യുദ്ധം ലോകരാജ്യങ്ങളെ ഒന്നടങ്കം പ്രയാസപ്പെടുത്തുകയും ക്ഷീണിപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ട്രംപിനോട് മുഖം തിരിയുന്നത് ഇറ്റലിക്ക് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലാണ് ഭൗമരാഷ്ട്ര വിദഗ്ധർ ഉള്ളത്. എന്തായാലും ഇറാനെതിരായിട്ടുള്ള യുദ്ധത്തിൽ അമേരിക്കൻ ബോംബറുകൾക്ക് ഉപയോഗിക്കാൻ ഇറ്റാലിയൻ വ്യോമതാവളങ്ങൾ വിട്ടുകൊടുക്കാൻ മെലോണി അനുവാദം നൽകിയിരുന്നില്ല. കൂടാതെ യുദ്ധം അതിരൂക്ഷമായിട്ട് തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രയേലുമായിട്ടുള്ള സൈനിക കരാറുകളും പിന്തുണകളും മരവിപ്പിക്കുന്നതായിട്ട് മെലോണി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ നീക്കം. ഇതെല്ലാം നടക്കുമ്പോൾ ഇറാനും അമേരിക്കയും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ തുടരുകയാണ്. നിരവധി വിഷയങ്ങളിൽ ചർച്ച തുടരുന്നുണ്ട് എങ്കിലും ആണവ പ്രശ്നത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള ആശയ വ്യത്യാസങ്ങൾ തുടരുകയാണ്. ഇതിനിടയിലാണ് ഒരു ക്രൈസ്തവ നേതാവ് അല്ലെങ്കിൽ ഒരു മതാചാര്യനെ കളിയാക്കിയതും പിന്നീട് അദ്ദേഹത്തിനെ വീണ്ടും പരിഹസിച്ചുകൊണ്ട് ട്രംപ് രംഗത്തെത്തിയത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്, വളരെ ലളിതമാണ്. അത് ക്രൈസ്തവ സമൂഹം അംഗീകരിക്കും. അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ട്രംപിന് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകും.